നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി, ആയുർമന്ത്ര ഹോസ്പിറ്റൽ, വടകര. വളരെയധികം ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. കാർപ്പൽ ട്യൂണൽ സിൻഡ്രോം അഥവാ CTS എന്ന അസുഖം ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് കണ്ടുവരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് അടുക്കളയിൽ പച്ചക്കറി അരിയുമ്പോഴും കൈകൊണ്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ വളരെയധികം തരിപ്പും അതികഠിനമായ റിസ്റ്റിന് അതികഠിനമായ വേദനയോടുകൂടിയാണ് ഈ രോഗത്തിൻ്റെ എന്നിവയൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ, ധാരാളം യാത്ര ചെയ്യുമ്പോൾ, 2 വീലറിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ കൈകൾ മരവിച്ച് പോവുക, ഇതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇതിന് നമുക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് അലോപ്പതിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സർജറിയാണ് ഇതിനൊരു സൊല്യൂഷനായിട്ട് പറയുന്നത്. എന്നാൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ്, എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് കൂടുതലും സർജറി കഴിഞ്ഞ് തിരിച്ചും ഇതേ രീതിയിൽ തന്നെ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിലാണ് നമുക്ക് ആദ്യം അസുഖം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി വരുന്നതായിട്ട് കാണാം. സർജറിക്കൊക്കെ ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് 2 ഭാഗത്തേക്ക് മാറി മാറി ഈ ഒരു തരിപ്പ് വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം കഴുത്ത് മുതൽ താഴോട്ടേക്കുള്ള മെയിൻ പ്രധാന രക്തധമനികളിൽ രക്തയോട്ടം കുറയുകയും അതുപോലെ റിസ്റ്റിൻ്റെ നടുഭാഗത്ത്, നമ്മുടെ റിസ്റ്റിൻ്റെ നടുഭാഗത്ത് നല്ല രീതിയിൽ നെർവുകൾ പിണഞ്ഞു പോയി ബ്ലോക്ക് ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു രോഗാവസ്ഥ ഉണ്ടാവുന്നത്. തൈറോയ്ഡ് ഫങ്ഷന് കൂടുതലായിട്ട് ഹൈപ്പർ തൈറോയ്ഡ് ഉള്ളവർക്കും ഈ ഒരു രോഗലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തന നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വ്യായാമങ്ങൾ കയ്യിൽ കൊടുക്കുക. അക്യുപ്രഷറിൽ ധാരാളം പോയിന്റുകൾ നമുക്ക് ഈ ഒരു സർക്കുലേഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. ചെറിയ രീതിയിലുള്ള തരിപ്പൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള ഒരു പെൻസിലോ അല്ലെങ്കിൽ പേനയോ അതുപോലെയുള്ള എന്തെങ്കിലും മരത്തിൻ്റെ പാർട്ടിക്കിളായാലും കുഴപ്പമില്ല, വുഡൻ പാർട്ടിക്കിൾ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ഉള്ള ഭാഗത്ത് നല്ല രീതിയിൽ ഈ രീതിയിൽ മർദ്ദം കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബ്ലോക്കിനെ സർക്കുലേഷനെ രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ സിവിയർ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് അക്യുപങ്ക്ചർ ആൻഡ് അക്യുപ്രഷർ ട്രീറ്റ്മെൻറ്റിൽ ഇതിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രോഗമുള്ളവർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ ഈ ഒരു രോഗത്തെ മറികടക്കാൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു അസുഖം CTS കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയിൽ വന്ന വലിയ മാറ്റങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മളെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് വളരെ കുറവാണ്. കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇപ്പോൾ മിഷ്യൻസിലേക്ക് മാറിയപ്പോൾ നമുക്ക് കൂടുതൽ, സ്ത്രീകളാണെങ്കിൽ പണ്ട് വെള്ളം കോരുക അല്ലെങ്കിൽ അതുപോലെയുള്ള തേങ്ങ ചിരവുന്ന ശക്തിയിലുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു മർദ്ദം നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ, എല്ലാവരും തിരക്ക് പിടിച്ച ജീവിത രീതിയിൽ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ ഈ ഒരു രോഗം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ, നമ്മളെ കീബോർഡ്സൊക്കെ കൂടുതലായിട്ട് എപ്പോഴും ടൈപ്പിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളെ കഴുത്ത് മുതലുള്ള കയ്യിലേക്കുള്ള നെർവിന് ഈ ഒരു പ്രശ്നം, സർക്കുലേഷൻ്റെ ഈ ഒരു ബ്ലോക്കേജ് നമുക്ക് കാണുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു രോഗവും ഇതേപോലെ ഉള്ളത് ട്രിഗർ ഫിംഗർ. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ മൊബൈലും കമ്പ്യൂട്ടറിലും വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് ശക്തമായിട്ട് വിരൽ ലോക്കായി പോകുന്ന രീതിയിലുള്ള ട്രിഗർ ഫിംഗറും കാണുന്നുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ സർക്കുലേഷൻ പ്രശ്നം തന്നെയാണ് ഈ ട്രിഗർ ഫിംഗറിനും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 2 അവസ്ഥയെയും മറികടക്കാൻ നമുക്ക് ചെറിയ ചില വ്യായാമങ്ങൾ റിസ്റ്റിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്.